ഹലോ എവറി വൺ, വെൽക്കം ടു സൂപ്പർ ട്യൂട്ടർ. ഇന്ന് നമ്മളൊരു പുതിയ പോഡ്കാസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഇറ്റ്സ് കോൾഡ് ഓൾ അബൌട്ട് ടീച്ചിങ്. ഇവിടെ നമ്മൾ ടീച്ചേഴ്സിന് ആവശ്യമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതാണ്. ആൻഡ് ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മളെ കൂടുള്ളത് ആഷിഖ് സാർ ആണ്. ആൻഡ് ആഷിഖ് സാർ ഇസ് ദ CEO ഓഫ് ആംഗിൾ ബി ലേൺ ആൻഡ് ദ മാൻ ഹു ഇസ് ബിഹൈൻഡ് ദ സൂപ്പർ ട്യൂട്ടർ. അപ്പോൾ ഹലോ സാർ, വെൽക്കം ടു ദിസ് പോഡ്കാസ്റ്റ് സീരീസ്. അപ്പം ഇത്രയും നാൾ ടീച്ചിങ്ങിലായിരുന്നു, ഇപ്പോൾ CEO ഓഫ് ആംഗിൾ ബി ലേൺ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ആൻഡ് ഇത് എത്രത്തോളം സൂപ്പർ ട്യൂട്ടർ എന്ന പ്ലാറ്റ്ഫോം ടീച്ചേഴ്സിന് വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു? ഓക്കെ, ഞാൻ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം 2015 ആ സമയങ്ങളിലാണ്. അപ്പോൾ ആ സമയങ്ങളിൽ ക്ലാസ് എടുക്കുന്നത് കൂടുതൽ ഗ്രൂപ്പായിട്ടുള്ള ട്യൂഷൻ സെൻറ്റേഴ്സിൽ, കോച്ചിങ് സെൻറ്റേഴ്സിലൊക്കെയായിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ആ സമയത്ത് ഒരുപാട് കുട്ടികൾ ഒരു പ്രോപ്പർ ഒരു പേഴ്സണലൈസേഷൻ ഇല്ലാത്തതുകൊണ്ട്, ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് പഠനത്തിലും കാര്യങ്ങളിലൊക്കെ ബാക്കോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പേഴ്സണലൈസേഷൻ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് വരാൻ, അക്കാഡമിക്കലി മുന്നോട്ട് വരാനും പറ്റുന്നുണ്ടായിരുന്നു. സോ അതായിരുന്നു ഒരു ബേസിക്കായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ ആംഗിൾ ബി ലേൺ തുടങ്ങാനുള്ള. ആംഗിൾ ബി ലേൺ നമ്മളൊരു മെയിൻ ടാഗ്ലൈൻ തന്നെ അതാണല്ലോ, ഒരു പേഴ്സണലൈസേഷൻ. മാക്സിമം നമ്മൾ എഡ്യൂക്കേഷനിൽ സ്റ്റുഡൻസിന് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ട് അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ അവർ ഇമ്പ്രൂവ് ചെയ്യുക, അക്കാഡമിക്കലി അവരെ ഇമ്പ്രൂവ് ചെയ്യുക, അവരുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുക. സോ അതായിരുന്നു ഒരു ബേസിക് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ. സോ സൂപ്പർ ട്യൂട്ടറിലേക്ക് വരുന്ന സമയത്ത് ആംഗിൾ നമ്മൾ തുടങ്ങി 5-6 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ടീച്ചേഴ്സ് നമ്മളിവിടെ ട്രെയിനിങ് കൊടുത്തു. അതിൽ നമ്മളൊരു ഫേസ് ചെയ്തിരുന്നൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഓൺലൈനായിട്ട് എങ്ങനെ ക്ലാസ് എടുക്കണം എന്നതിന് ഒരു ബേസിക് ഒരു പ്രോപ്പർ കോച്ചിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സോ ഒന്നുമില്ല. നമുക്ക് കൺവെൻഷനൽസ് ആയിട്ടുള്ള BEd ഉണ്ട്, TTC ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഒരു സ്കൂൾ ക്ലാസ് റൂമിൽ ഒരു ഓഫ്ലൈൻ സെറ്റപ്പിൽ എങ്ങനെ പഠിപ്പിക്കാം, അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് അവർക്ക് കിട്ടുന്നുള്ളൂ, പ്രാക്ടിക്കലായിട്ടുള്ള ട്രെയിനിങ് അവർക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ഓൺലൈൻ ഒരു ക്ലാസ്സിൽ എങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ക്ലാസ് എടുക്കാം, എങ്ങനെ ക്ലാസ്സസ് എഫക്റ്റീവായിട്ട് ഡെലിവർ ചെയ്യാം, അതിനെക്കുറിച്ചിട്ടുള്ള ട്രെയിനിങ്സ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ അത് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ വരുന്ന സമയത്ത് ടീച്ചേഴ്സ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതും കാണുന്നുണ്ടായിരുന്നു. ആ ഒരു തോട്ടിൽ നിന്നാണ് സൂപ്പർ ട്യൂട്ടറിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ 5-6 വർഷം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആയതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് ഡെലിവർ ചെയ്യാനും അവർക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കാനും നമുക്ക് അതിനെ പറ്റി. നമ്മളിങ്ങനെ ടീച്ചിങ്ങിലേക്ക് കിടക്കുകയാണെങ്കിൽ ടീച്ചേഴ്സിന് കുറേ സ്കിൽസിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ടീച്ചിങ് ആയാലും ഓഫ്ലൈൻ ടീച്ചിങ്ങിനായാലും സ്കിൽസ് വേണം. എന്തൊക്കെ സ്കിൽസാണ് ഒരു ടീച്ചർക്ക് ആവശ്യം? ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ആദ്യം വേണ്ട ഒരു സ്കില്ല് എന്ന് പറയാൻ പറ്റില്ല. ആദ്യം വേണ്ട ഒരു കാര്യം ആ ഒരു കരിയറിനോടുള്ളൊരു പാഷനാണ്, അത് ആ കരിയറിനോടുള്ളൊരു ഇഷ്ടമാണ്. അത് ടീച്ചിങ് അല്ല, വേറെ ഏത് കരിയർ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളൊരു ലോങ് ടേമിലേക്കാണ് നോക്കുന്നത് അല്ലേ. സോ അത് നമുക്ക് ആ ഒരു കരിയറിനോട് നമുക്കൊരു ഇഷ്ടം വേണം. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ് എടുക്കാനും ആ ഒരു കുട്ടിയെ നമുക്കൊരു അക്കാഡമിക്കലി അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു കരിയറിനോട് നമുക്കൊരു താല്പര്യം വേണം. പിന്നെ നമ്മൾ സ്കില്ലിലേക്ക് പോകുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ക്ലിയർ ആയിട്ട് സ്റ്റുഡൻസിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലാണ്. പിന്നെ ഒരു ലിസണിങ് സ്കിൽസ്, സ്റ്റുഡൻസ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് കേൾക്കാനും അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സ്കിൽസാണ്. പിന്നെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും വേണ്ട സ്കില്ലാണ് പേഴ്സണലൈസ് ചെയ്യുക. അല്ലാതെ പണ്ടത്തെ ടീച്ചേഴ്സും അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. ക്ലാസ്സുകൾ മാക്സിമം പേഴ്സണലൈസ് ചെയ്യുക. ഓരോ സ്റ്റുഡൻറ്റ് ഒരു ക്ലാസ്സിൽ നമുക്ക് 50 പേരുണ്ടെങ്കിൽ പലരും പല ലെവലിലായിരിക്കും, അക്കാഡമിക്കലി അല്ലെങ്കിൽ കോൺഫിഡൻസ് വൈസ് ഒക്കെ പല ലെവലിലായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് മാക്സിമം ക്ലാസ്സസ് പേഴ്സണലൈസ് ചെയ്യാനുള്ള സ്കില്ല്. പിന്നെ നമ്മൾ ഓൺലൈനിലേക്ക് സ്പെസിഫിക്കലി വരികയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ടൂൾസ് അറിയാമല്ലോ, ക്ലാസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ഓൺലൈൻ ടൂൾസ് ഉണ്ട്. ഗൂഗിൾ മീറ്റ് പോലുള്ള ടൂൾസ്, അല്ലെങ്കിൽ ഡിജിറ്റൽ വൈറ്റ് ബോർഡ് പോലുള്ള ടൂൾസ്, AI ടൂൾസ്, ഇങ്ങനത്തെ ടൂൾസിലുള്ള പ്രൊഫഷൻസിയാണ്. പിന്നെ അഡാപ്റ്റ് ചെയ്യാനുള്ള ഇപ്പോൾ നമ്മൾ സിലബസ് ആണെങ്കിലും ഇപ്പോൾ ഓൺലൈനിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ടൂൾസ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ അഡ്വാൻസ്ഡായി വരികയാണ്. സോ അതൊക്കെ പെട്ടെന്ന് പഠിച്ച് അതിലേക്ക് അഡാപ്റ്റ് ആവാനുള്ള സ്കില്ല്, ഇതൊക്കെയാണ് ജനറലി ആവശ്യമായിട്ടുള്ളത്. ഏകദേശം ഈ ഒരു സ്കിൽസ് ഒക്കെ മതി. അതെ. ഓൺലൈനിലേക്ക് വരുന്ന സമയത്ത് ഈ ഓൺലൈൻ ടൂൾസ് പെട്ടെന്ന് പഠിക്കുക, അങ്ങനെയുള്ള സ്കില്ല് കൂടി നമുക്ക് പറയാം. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈലിലേക്കുള്ള കുട്ടികളെ കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ടീച്ചർ എടുക്കുമ്പോൾ കുറേ കുട്ടികളുണ്ടാവും. ചില ക്ലാസ്സിൽ ഇപ്പോൾ 60-70 കുട്ടികളുണ്ടാകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ലേണിംഗ് സ്റ്റൈലായിരിക്കും. ഇത്രയും കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് എടുക്കാൻ പറ്റുക? എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടോ ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എടുക്കാൻ? ഓക്കെ, ഒരുപാട് ക്ലാസ്സിലുള്ള സ്കൂൾസിലോ അല്ലെങ്കിൽ ട്യൂഷൻ ഒരുപാട് ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ടീച്ചർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലാസ് പേഴ്സണലൈസ് ചെയ്യുക, എല്ലാവരും ആ ഒരു രീതിയിലേക്ക് എടുക്കുക എന്നുള്ള ഒരു വലിയൊരു ചലഞ്ചായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ പക്ഷേ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ഇനീഷ്യലി എല്ലാ കുട്ടികൾക്കും ഒരു പേഴ്സണൽ അസസ്മെൻറ്റ് ടെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ട് ഓരോ കുട്ടിയുടെയും ഒരു സ്ട്രെങ്ത്ത് വീക്ക്നെസ് എന്താണെന്നുള്ള ടീച്ചർ മനസ്സിലാക്കുക. ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ ഈ ആക്ടിവിറ്റീസും അതുപോലെ ടാസ്ക്, ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ജനറലായിട്ട് കൊടുക്കുക, അത് പേഴ്സണലൈസ്ഡ് ആയിട്ട് കൊടുക്കുക.
അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും നമ്മളൊരു കോമൺ ഹോംവർക്ക് കൊടുക്കുന്ന സമയത്ത് അത് നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ അത് അത്ര ആ ഒരു സ്റ്റുഡൻസിൻ്റെ ലെവലില്ലാത്ത കുട്ടികൾക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാകും. അവരുടെ കോൺഫിഡൻസ് അവിടെ പോവുകയാണ്. അപ്പോൾ അവർക്ക് വീണ്ടും ആ സബ്ജക്റ്റിനോടും ആ ഒരു ടീച്ചറോടൊക്കെയുള്ള ഇൻട്രസ്റ്റ് അവിടെ കുറയാണ്. ഫ്യൂച്ചറിലൊക്കെ അവർക്ക് ആ ഒരു സബ്ജക്റ്റിനോട് തന്നെ താല്പര്യം പിന്നെ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. സോ അങ്ങനെ ടാസ്കുകളും ഹോംവർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അസസ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി നടത്തി എല്ലാ കുട്ടികളുടെയും ലെവൽ നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടാസ്കുകളും ഹോംവർക്ക്സും കാര്യങ്ങളും പേഴ്സണലൈസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. എന്നിട്ട് അവരുടെ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് തരാം. അപ്പോൾ ഒരു ഓൾറെഡി ഇപ്പോൾ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാത്സിൽ വളരെ വീക്കായിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇനീഷ്യലി കൊടുക്കുന്ന ടാസ്കുകളും ഹോംവർക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് അത് ചെയ്ത് വരുന്ന സമയത്ത് അവരുടെ ആ സബ്ജക്റ്റിലുള്ള കോൺഫിഡൻസ് ബിൽഡാവും. ആ ടീച്ചറോട് കുട്ടിക്കൊരു ഇൻട്രസ്റ്റ് കാര്യങ്ങൾ വരും. അത് പിന്നെ നമുക്ക് ആ ഒരു ലെവലിൽ കൂട്ടി വരാം. അതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ പറ്റുന്ന അത്ര നമുക്ക് പേഴ്സണൽ ടൈം ഇപ്പോൾ ക്ലാസ് നമ്മളെ ജനറൽ ക്ലാസ് കഴിഞ്ഞ സമയത്ത് വളരെ അക്കാഡമിക്കലി വീക്കായിട്ടുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പേഴ്സണലായിട്ടുള്ള കുറച്ച് സമയം കണ്ടെത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഒരു ഗ്രൂപ്പ് ക്ലാസ്സിൽ വരുന്ന സമയത്ത്. പക്ഷെ നമ്മൾ 1-to-1 ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടിങ് മുതൽ ആ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു ജേണി സ്റ്റാർട്ടിങ് ലെസൺ പ്ലാൻ മുതൽ എക്സാം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ പേഴ്സണലൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഞാനൊക്കെ പഠിക്കുമ്പോൾ മാത്സ് ക്ലാസ്സിൽ ഒരു പ്രോബ്ലം എഴുതുന്നു, ക്വസ്റ്റ്യൻ എഴുതുന്നു, എൻ്റെ ടീച്ചേഴ്സ് അതിൻ്റെ ആൻസർ എഴുതി അങ്ങ് പോയി പോവുക. നമുക്ക് കിട്ടാത്ത ആൻസറൊക്കെ നമ്മൾ അങ്ങനെ തന്നെ വെച്ചിരിക്കും. അതിന് പകരം ടീച്ചേഴ്സ് ഒരു 5 minutes ഒക്കെ ലാസ്റ്റ് ഒരു ടൈമിൽ കിട്ടാത്ത ആൾക്കാർക്ക് പറഞ്ഞു ഒരു പേഴ്സണൽ ടൈം അവർക്ക് കൂടി കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ വളരെ വലിയ ചേഞ്ച് ആയിരിക്കും. കൂടുതലും മാത്സ് പോലത്തെ അങ്ങനത്തെ സയൻസ് പോലെ സബ്ജക്റ്റുകളാണല്ലോ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ചും കൂടെ കുട്ടികളെ എല്ലാവർക്കും മനസ്സിലാവുന്നതിൽ പറയാം. അപ്പം ആദ്യം തൊട്ട് തന്നെ ലാസ്റ്റ് വരെ ഫോക്കസ് ചെയ്തിരിക്കാൻ കുറച്ച് പാടാല്ലേ ക്ലാസ്സിൽ. അന്നൊരു അവർ 30 minutes ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളെങ്ങനെ കുട്ടികൾ സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് വരെ അതേപോലെ അവരെ എൻഗേജ് ചെയ്ത് ചെയ്യാൻ എന്തെങ്കിലും ഒരു വേ ഉണ്ടോ? അതിൽ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മാക്സിമം ഒരു ക്ലാസ്സിൽ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ കൊണ്ടുവരിക. ജസ്റ്റ് ഒരു ക്ലാസ് മാക്സിമം ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആക്കുക. ടീച്ചർ ക്ലാസ് എടുത്ത് പോവുക, സ്റ്റുഡൻസ് അത് ജസ്റ്റ് കേട്ടിരിക്കുക എന്നുള്ളതിലപ്പുറം മാക്സിമം ക്ലാസ്സസ് ഇൻട്രാക്റ്റീവ് ആക്കുക. ക്ലാസ്സിൽ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ കൊണ്ടുവരിക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാസ്കുകൾ കൊടുക്കുക, പേഴ്സണലൈസ് ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കുക. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് അതിൽ മേജർലി ചെയ്യാനുള്ളത്. മാക്സിമം ക്ലാസ്സസ് ഒരു ഇൻട്രാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. സ്റ്റുഡൻസിന് അവർക്ക് പോൾസ്, ക്വിസസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ അതുപോലെ ആക്ടിവിറ്റീസ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തോന്നും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളായിട്ട് അവരെ റിലേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രിഗണോമെട്രി പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് കണക്ട് ചെയ്യുക. അപ്പം നമുക്ക് പറയാം, നമുക്ക് ഏതെങ്കിലും ടവേഴ്സ് അല്ലെങ്കിൽ ബിൽഡിങ്സിൻ്റെ ഒക്കെ ഹൈറ്റ് നമുക്ക് ട്രിഗണോമെട്രി യൂസ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ റിയൽ ലൈഫ് എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി അത് ഓർത്തിരിക്കാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതെനിക്ക് എപ്പോഴും വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മാത്സിലൊക്കെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണെങ്കിലും റിയൽ ലൈഫായിട്ടുള്ള കണക്ഷൻസ് അവിടെ ഉണ്ടാവില്ല. സോ കുട്ടികൾക്ക് അത് പഠിക്കുക, ഓർത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാത്സിലും സയൻസിലും ഈ സോഷ്യലാവട്ടെ എല്ലാം അത് റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്കത് മെമ്മറിയിൽ ഉണ്ടാവും. എക്സാമിനൊക്കെ അത് റീകോൾ ചെയ്യാനൊക്കെ ഒരുപാട് ഈസി ആയിരിക്കും. അത് ഒരേപോലെ പറഞ്ഞു പോകുന്ന ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. വന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ക്ലാസ് തീരുന്നവരെ ഒരേ സ്ട്രെച്ചിലായിരിക്കും. അപ്പൊ നമുക്കൊന്നും മനസ്സിലായി ഇവിടെ എന്താ ഇപ്പൊ നടക്കുന്നതെന്നായിരിക്കും വിചാരിക്കുന്നത്. അപ്പൊ കുറച്ച് പോസൊക്കെ ചെയ്ത് പറയുന്നത്. അതെ. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ടീച്ചേഴ്സിന്. കാരണം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ അത് റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാം, എങ്ങനെ അതിൽ ആക്ടിവിറ്റീസ് ബിൽഡ് ചെയ്യാന്നുള്ളത് യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ ChatGPT പോലുള്ള ടൂൾസ് ആണെങ്കിലും നമുക്കത് വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ ടീച്ചേഴ്സ് ആദ്യം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സസ് കുറച്ചുകൂടി എൻഗേജിങ് ആക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ വർക്ക് ലോഡ് കൂടി. എല്ലാ ഫീൽഡിനും പോലെ ടീച്ചേഴ്സിനും കുറേ വർക്ക് ലോഡ്. ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ വരുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല. അപ്പോൾ എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ പലർക്കും പറ്റാറില്ല. അപ്പോൾ ഒരു ബേൺ ഔട്ട് ആവും. ആ ഫസ്റ്റത്തെ ആ ഒരു എൻകറേജ്മെൻ്റ് ഒന്നും കുറഞ്ഞു വരും. അവർക്കത് ബാലൻസ് ചെയ്ത് പോകാൻ എന്തെങ്കിലും സൊല്യൂഷനോ എന്തെങ്കിലും? സൊല്യൂഷൻ കുറച്ച് മുന്നേ വരെ ഈ ഒരു ബേൺ ഔട്ട് റിയൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കറക്റ്റ് നമ്മൾ AI ടൂൾസൊക്കെ വന്നതിന് ശേഷം ടീച്ചേഴ്സ് അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ടീച്ചേഴ്സിന് അവർക്ക് ആ ഒരു വർക്ക് ലോഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറക്കാൻ പറ്റുന്നുണ്ട്. ഒരു എക്സാമ്പിൾ, നമുക്കൊരു ചാപ്റ്റർ പഠിപ്പിക്കാൻ പോവാണ്, നമുക്കൊരു ഇനീഷ്യലി ഒരു ലെസൺ പ്ലാൻ വേണം അല്ലേ. പണ്ട് ഓരോ ചാപ്റ്റർ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ ഗൈഡ്സ് കാര്യങ്ങളൊക്കെ നോക്കി റെഫർ ചെയ്ത് ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്നൊരു പ്രോസസ്സായിരുന്നു അത്, ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് പോലെ ChatGPT, ജെമിനി, പെർപ്ലക്സിറ്റി ഒരുപാട് AI ടൂൾസ് ഉണ്ട്.
സോ അത് കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടീച്ചറാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അങ്ങനത്തെ ഒരുപാട് മാനുവൽ വർക്കുകൾ, ഡോക്യുമെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും കണ്ടന്റ് പ്രിപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും ഇനി ടീച്ചിങ് അല്ലാതെ നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ സെൻറ്റേഴ്സിലൊക്കെ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു നല്ല രീതിയിൽ നമുക്ക് വർക്ക് ലോഡ് കുറക്കാം. പിന്നെ ഓൺലൈനൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളാ ഒരു വർക്ക് സ്കെഡ്യൂളും കറക്റ്റ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. ഇനീഷ്യലി ആ ഒരു കരിയറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ ഒരു ചെറിയൊരു അവേഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഡെയിലി 2 hours 3 hours വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിൽ വന്നതിന് ശേഷം പതുക്കെ നിങ്ങളെ ഡെയിലി വർക്കിംഗ് അവേഴ്സും കാര്യങ്ങളൊക്കെ കൂട്ടി കൊണ്ടുവരിക. പിന്നെ മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ തന്നെ AI യൂസ് ചെയ്യുക. AI യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അതാണ്, മാക്സിമം ഉള്ള വർക്ക് ലോഡ് നമുക്ക് കുറക്കാം. അതുകൊണ്ട് കുറച്ച് വർക്ക് ലോഡ് കുറക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ട് നമുക്കത് ചെയ്യാനും പറ്റും.